ബഹുമാനപ്പെട്ട KHRയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മനോഹരൻ, ജില്ലാ സെക്രട്ടറി ശ്രീ റഹീം, അതോടൊപ്പം നമ്മുടെ KHRയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ, യൂണിറ്റ് ഭാരവാഹികൾ, ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ KHRയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ VT ഹരിഹരൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ സാദർ, എറണാകുളം ജില്ലയുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ TJ മനോഹരൻ, ജില്ലയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ റഹീം, ജില്ലാ ട്രഷറർ ശ്രീ അനിൽ, ജില്ലയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ K പാർത്ഥസാരഥി, ഈ യൂണിറ്റിൻ്റെ ചാർജുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ LA റഹ്മാൻ, നമ്മുടെ വനിതാ വിങ്ങിൻ്റെ ജില്ലയുടെ കൺവീനർ ആശ ലിലി തോമസ്, യൂണിറ്റിൻ്റെ രക്ഷാധികാരി ശ്രീ കുമാർ, ഇവിടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ശശി, ട്രഷറർ ബെന്നി എല്ലാം അപ്പുറത്തിരിക്കുകയാണ്. അവരിങ്ങോട്ട് കടന്നിരിക്കേണ്ടതാണ്. അതിലെല്ലാം ഉപരി ഇന്നിവിടെ നമുക്ക് ഗസ്റ്റായിട്ട് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ എല്ലാം പെരുമ്പാവൂരിൻ്റെ ലേബർ ഓഫീസർ ശ്രീ ജയപ്രകാശ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വേദിയിലേക്ക് കടന്നിരിക്കാതെ പുറത്തിരിക്കുകയാണ്. അതുകൂടാതെ ഫ്യൂച്ചർ ജനറലിൻ്റെ നമുക്കറിയാം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്നേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുവാൻ അദ്ദേഹം തന്നെയാണ് കുറച്ചുകൂടി അനുയോജിച്ചു. എന്തായാലും ഒരു കാര്യം പറയാം. ഞാൻ സൂചിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇതിങ്ങനെയുള്ള മനുഷ്യ സൗഹൃദ സംഗമങ്ങൾ നടത്തുന്നത് പ്രധാനമായിട്ടും മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിക്കാനും മനുഷ്യൻ നന്മ സൃഷ്ടിക്കുവാനുമുള്ള ഒരു മാതൃകയായിട്ടാണ്. എന്തായാലും ആ മാതൃക നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, എൻ്റെ പ്രസംഗത്തിന് ഇനി പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് നീണ്ട പ്രസംഗം നടത്തുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ രണ്ട് വലിയ പ്രാസംഗികരുടെ എത്തിയിരിക്കുമ്പോൾ ഇനി ഞാൻ ആ സമയം അപകരിക്കുന്നില്ല. എന്തായാലും ഇങ്ങനെയുള്ള ഓരോ കൂടിച്ചേരലുകളും നമ്മുടെ മനസ്സിലേക്ക് നന്മ ചൊരിഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ഇതര മതസ്ഥരെന്നല്ല ഇതര മനുഷ്യരെ, മതസ്ഥരെന്ന് ഞാൻ പറയുന്നത് എല്ലാ മതങ്ങളെക്കാൾ ഉപരി മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരെയും നമ്മൾ ഒന്നായിട്ട് കൊണ്ടുകൊണ്ട് മത സൗഹൃദത്തെക്കാൾ ഉപരി മനുഷ്യ സൗഹൃദം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നായിട്ട് ജീവിച്ച് ഒരേ മനസ്സോടും കൂടി ജീവിച്ചുകൊണ്ട് എല്ലാ മതത്തിലും വിശ്വസിക്കുവാനുള്ള നമ്മളുടെ അധികാരവും അംഗീകാരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതര മതങ്ങളുടെയും ഇതര മതാനുഷ്ഠാനങ്ങളെയും ബഹുമാനിച്ചുകൊണ്ടും ഇതര മതങ്ങളെ സ്നേഹിച്ചുകൊണ്ടുമെല്ലാം പോകുന്ന ഒരു കാലഘട്ടമായിരിക്കണം ഇനി അങ്ങോട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികളും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മറ്റ് സാമൂഹിക സംഘടനകളുമെല്ലാം നടത്തുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച പെരുമ്പാവൂർ യൂണിറ്റിനെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ജില്ലാ കമ്മിറ്റിക്കും എല്ലാം വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഭവത്തോടുകൂടി ഈ ഈസ്റ്റർ വിഷു സംഗമം ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പദ്ധതിയാണ് സുരക്ഷാ പദ്ധതി. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സംഘടനയിൽ അംഗമാവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. മരണപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ സംഘടനയ്ക്ക് ചിലപ്പോൾ അവരെ അർഹിക്കുന്ന രീതിയിൽ സഹായിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പലപ്പോഴും അങ്ങനെ വന്നാൽ തന്നെ അത് ഒരു പൂർണ്ണ തോതിലുള്ള സഹായമാകാറുമില്ല. കേരളത്തിലെ ഹോട്ടലും റെസ്റ്റോറൻറ്റും നടത്തുന്നവർ, അതും ചെറുകിട സംരംഭങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ഈ സ്ഥാപനങ്ങൾ നടത്തുക. ഒരു ഹോട്ടൽ നടത്തുക എന്ന് പറഞ്ഞാൽ, റെസ്റ്റോറൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികളിൽ ഒന്നാണ്. വളരെ വെളുപ്പാങ്കാലത്ത് മുതൽ പാതിരാത്രി വരെയും ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയാതെ ഉത്തരവാദിത്തത്തോടു കൂടി ജോലി ചെയ്യേണ്ടി വരും. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അവർക്ക് റെസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവർക്ക് കിട്ടുന്ന
വരുമാനത്തിൻ്റെ മാർഗം പലപ്പോഴും പല രീതിയിലുള്ള പിരിവുകളും സഹായവുമായി നൽകുകയും ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, നിങ്ങൾ തന്നെ പ്രളയമുണ്ടായ സമയത്ത് ഒട്ടേറെ കാര്യങ്ങൾ ഈ നാട്ടിലെ ഭക്ഷണവും മറ്റും സൗജന്യമായി കൊടുത്തത് എനിക്കറിയാം. പൊതിച്ചോറ് പെരുമ്പാവൂരിൽ സൗജന്യമായി വിതരണം ചെയ്തത് ആദ്യം നിങ്ങളാണ്. അതിനുശേഷം കോവിഡ് ഉണ്ടായ സമയത്ത് മരുന്നെത്തിക്കാൻ. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിൽ ഈ KHRA എപ്പോഴും മുൻപിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ അകാലത്തിൽ മരണപ്പെട്ടു പോകുന്ന നിങ്ങളുടെ സംഘടനയിലെ അംഗത്തിന് പെട്ടെന്ന് കൊടുക്കുന്ന ഒരു 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആ കുടുംബത്തിന് അതൊരു വലിയ തണലാകും. പലപ്പോഴും ഒരു വ്യക്തി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിടവ് നികത്താൻ പണം കൊണ്ട് കഴിയില്ല. ഒരു വീടിൻ്റെ ഏറ്റവും വലിയ അത്താണിയായിരിക്കാം മരണപ്പെട്ടു പോവുക. അവരുടെ മക്കൾ, കുടുംബം, ആ ബിസിനസ് തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ അവരെ സഹായിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുക. ഓർമ്മിക്കുവാൻ പ്രത്യേകിച്ചൊരു മതേതര മുഖം ഈ സംഘടനയ്ക്ക് കൊടുക്കുവാനും അതിൻ്റെ പ്രാധാന്യം അറിയിക്കുവാനും വേണ്ടിയിട്ടാണ് ആ ഒരു ചടങ്ങ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർത്തും അത് ഉചിതമാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഈ സൽകൃത്യങ്ങളെ പ്രത്യേകിച്ച് പ്രശംസിക്കുന്നു. ഞാൻ സംഘടിപ്പിച്ചിട്ടുള്ള സുരക്ഷാ പദ്ധതി ഉദ്ഘാടനവും ഈസ്റ്റർ, ഈദ്, വിഷു ആഘോഷങ്ങളും എല്ലാ വിധത്തിലും ശ്രദ്ധേയമായ ഒരു ഒത്തുചേരലാണ്. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന കേട്ടപ്പോൾ കൊതിയായിപ്പോയി. ക്ഷമിക്കുക, നമ്മൾ കൊതിപ്പിക്കുന്നതിന് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോഴാണ് പിന്നെ ഓർത്തത്, ഈ മരിക്കുന്നയാൾക്ക് കാശൊന്നും കൈകൊണ്ട് മേടിക്കാൻ അവസരം കിട്ടുന്നില്ല. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ കുടുംബത്തിന് കിട്ടും, അതുകൊണ്ട് എനിക്കെന്താ കാര്യം എന്നല്ലേ ആലോചിക്കുക. പിന്നെ നമ്മളെപ്പോഴെങ്കിലും ഒന്നും ഇന്നത്തെ ഈ നമ്മുടെ പ്രസ്റ്റീജിയസ് ഒരു പ്രൊജക്റ്റായ നമ്മുടെ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ഇന്ന് പെരുമ്പാവൂർ നടക്കുന്നതിൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജില്ലയിൽ നിന്നല്ല സംസ്ഥാനത്ത് തന്നെ ആദ്യമായൊരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് പെരുമ്പാവൂരിലാണ്. നമ്മുടെ സംഘടനയിൽ തന്നെ ആദ്യമായൊരു മാർഗം കാണിച്ചു കൊടുക്കുകയും അതെങ്ങനെ നടത്തണമെന്നും അതിനെന്താണ് ചെയ്യേണ്ടതെന്നും കാണിച്ചു കൊടുത്ത നമ്മുടെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയ ജി ജയപാൽ അദ്ദേഹമാണ്. ആ വഴിക്ക് തന്നെ ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി ഇപ്പോഴത്തെ നമ്മുടെ യൂണിറ്റ് ഭാരവാഹികൾ ഒന്നുകൂടി പൊലിപ്പിച്ച് നല്ല രീതിയിൽ ഈ പുണ്യമാസത്തിൽ എല്ലാ 3 മതത്തിൻ്റെയും ആഘോഷങ്ങൾ ഒന്നിച്ചു വന്ന ഈ മാസം വളരെ പ്രസക്തിയുള്ളതാണ്. ആ ആഘോഷത്തിൽ ഈസ്റ്റർ, ഈദ്, വിഷു ഇത് 3ഉം കൂടെ ഒരുമിച്ച് വന്ന ആഘോഷം ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചത് വളരെ സന്തോഷകരവും നമ്മുടെ ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ കാഴ്ചയാണ്. നമുക്കത് എല്ലാവർക്കും, ഏത് സംഘടനയ്ക്കായാലും ഏതൊരാൾക്കും ഇതൊരു അനുകരണീയമായ ഒരു മാതൃക കൂടിയാണ്. ഇത് വളരെ സംസ്ഥാനത്തും ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു പരിപാടി നടക്കുന്നത് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു
ബ്രെഡ് ആൻഡ് ബട്ടർ, അതായത് നമുക്ക് വീട്ടിലേക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിലാണ് ഹോട്ടൽ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കേടുപാടുകൾ സംഭവിക്കാവുന്ന ഒരു സാധ്യതകൾ, ആ ഒരു സാധ്യതയെ നമ്മൾ കവർ ചെയ്യുക, ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ഇൻഷുറൻസുകൾ നമ്മൾ ചെയ്യുകയും 2 ക്ലെയിമുകൾ നമ്മൾ സെറ്റിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ. അപ്പം കവറേജസ് ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ, ഇപ്പോൾ വെള്ളപ്പൊക്കം, തീപിടുത്തം, അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്തായിക്കോട്ടെ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അങ്ങനെ പ്രകൃതിയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഉണ്ടാകാവുന്ന എല്ലാ ദുരന്തങ്ങളും, എല്ലാ റിസ്ക്കും, അതുമൂലം ഹോട്ടലിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു പോയി, നമുക്ക് ആ ഒരു കുറച്ച് ദിവസത്തേക്ക് അത് അടച്ചിടേണ്ട ഒരു സാഹചര്യം വന്നു, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യേണ്ടി വന്നു, നമ്മുടെ വസ്തുവകൾക്ക് നാശം വന്നു, വെള്ളം കയറി. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായ സാഹചര്യത്തിലൊക്കെ കടകൾ കംപ്ലീറ്റ് ഉള്ളിൽ വെള്ളം കയറി നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള അത് എത്രയാണോ ആ നഷ്ടം വന്നിരിക്കുന്നത് അത് നമുക്ക് നികത്താനുള്ളൊരു ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ബർഗ്ലറി, കളവ്, നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കള്ളൻ കയറിയിട്ട് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കവറേജ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പാക്കേജുകൾ നമുക്ക് ഇതിനകത്ത് വരും. മെയിനായിട്ട് ഈ രണ്ട് കവറേജുകളെങ്കിലും എടുത്തിട്ട് നമ്മളുടെ ഹോട്ടലുകളെ സുരക്ഷിതമാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഒരു ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നമുക്ക് ആ ഒരു ഹോട്ടൽ സുരക്ഷാ പദ്ധതിയിലേക്ക് അംഗമായി ചേർന്നിട്ട് നമ്മുടെ ആ ഒരു ഹോട്ടലിനെ സുരക്ഷിതമാക്കണം, നമ്മുടെ വരുമാന മാർഗത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ നമ്മുടെ അസോസിയേഷൻ്റെ ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ചേരാൻ താല്പര്യമുള്ളവർ പേര് കൊടുത്താലും ജില്ലാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലോ ഉള്ള ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അത്ര നമ്പറൊന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും. എല്ലാവരുടെയും നമ്മുടെ കൂട്ടായ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു ബ്രോഷറും നമ്പറും ലഭിക്കുന്നതായിരിക്കും. ഇന്നലെ സാറ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ വരുമാന മാർഗത്തിനുണ്ടാവുന്ന നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷിതരായി ഇരിക്കുവാനായിട്ടുള്ളൊരു ഇത് പറയുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ, സംസാരിക്കാം. ഓക്കെ, നന്ദി. കുടുംബസുരക്ഷാ പദ്ധതി നിശ്ചയിക്കുന്നതിനായിട്ട് സംസ്ഥാന ചെയർമാൻ ശ്രീ KHRA സുരക്ഷാ പദ്ധതിയെക്കുറിച്ചുള്ള വിവരണം ഇവിടെ ഒട്ടുമിക്ക പ്രാസംഗികരും അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ഏകദേശം നമ്മുടെ അംഗങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എങ്കിൽ കൂടിയും നമ്മുടെ പദ്ധതിയെക്കുറിച്ച് നമ്മുടെ പെരുമ്പാവൂര് ഉള്ള നമ്മുടെ അംഗങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. ഇവിടെ ഒരംഗം, നമ്മുടെ ഒരു മെമ്പർ, ആ മെമ്പറുടെ കുടുംബം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഒരു അംഗം 3000 രൂപയാണ് നമ്മൾ ഈ പദ്ധതിയിൽ അംഗമാവാൻ രജിസ്റ്റർ ചെയ്യേണ്ട പൈസ തുക. അതുവഴി 500 രൂപ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ രജിസ്ട്രേഷൻ രീതിയായിട്ട് നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വരുന്ന 2500 രൂപ നമ്മുടെ ആപ്പ് വഴിയാണ്, അതായത് നമ്മുടെ HDFC ബാങ്ക് വഴിയുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് ബാക്കി വരുന്ന നമ്മൾ 2500 രൂപ അടയ്ക്കേണ്ടത്. ഏപ്രിൽ 2-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പദ്ധതി ജൂലൈ 1-ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ കാലയളവ് എല്ലാ അംഗങ്ങളെയും തൊഴിലാളികളെയും മറ്റ് നമുക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളെയൊക്കെ ചേർക്കേണ്ട സമയമാണ്. ഇത് ഉദ്ഘാടനങ്ങൾ കൊണ്ടല്ല ഇതിൻ്റെ പ്രസക്തി വരിക. ഇത് നമ്മുടെ ഈ പദ്ധതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. ഇതുവരെ നമ്മുടെ ഒരു മറ്റൊരു ഇതര വ്യാപാര സംഘടനകൾ ചെയ്യാത്ത, അത് തൊഴിലാളികൾ ചേർത്ത് പിടിക്കാത്ത അല്ലെങ്കിൽ ബന്ധുക്കളെ ചേർത്ത് പിടിക്കാത്ത ഒരു സംഘടന, ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ഇവിടെ പറയേണ്ടത്.
ഇവിടെ 3000 രൂപ നമ്മൾ ഒറ്റത്തവണ നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ 10 ലക്ഷം രൂപയാണ് നമുക്കിതിന് നമ്മുടെ സമാശ്വാസമായിട്ട് നമ്മുടെ ഒരംഗം ആകസ്മികമായി മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ലഭിക്കുക. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പലരും, ഏതാണ്ട് നമ്മുടെ ഹോട്ടൽ, ചെറുകിട ബേക്കറികൾ, ചെറിയ റെസ്റ്റോറൻറ്റുകൾ, ചായക്കടകളൊക്കെയാണ് നമ്മുടെ ഏതാണ്ട് ഒരു 70% അംഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഉള്ളത്. കുറച്ച് അറിയാം, ഏതാണ്ട് ഒരു 30% ഒരു താഴെ നമ്മുടെ മറ്റുള്ള വലിയ വലിയ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഈ 70% വരുന്ന അംഗങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി സംഘടന ഏതാണ്ട് 2 വർഷത്തോളം ആലോചിച്ചെടുത്തൊരു പദ്ധതിയാണ് ഈ HR സുരക്ഷാ പദ്ധതി. ഇവിടെ ആദ്യം പറഞ്ഞ പോലെ ഗീതാ നായിക്ക് മാഡം സൂചിപ്പിച്ചു, ഒരു ജനറൽ ഇൻഷുറൻസ് നമുക്ക് ഹോട്ടലുകൾക്കുണ്ട്. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ അംഗങ്ങൾക്ക് പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിരുന്നു സംഘടന. ഇതെല്ലാം വർഷങ്ങളായിട്ട് നടത്തിപ്പോരുന്നതാണ്. എങ്കിൽ കൂടിയും ഒരു അംഗം മരണപ്പെട്ടാൽ, അംഗത്തിന് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ ഒരു ബുദ്ധിമുട്ടുള്ള കുടുംബത്തിനകത്ത് താങ്ങാനാവില്ല എന്ന് കണക്കുകൂട്ടിക്കൊണ്ട് തന്നെ സംഘടന വളരെ വളരെ കൃത്യമായ രീതിയിൽ വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതി എന്നുള്ള കാര്യം നമ്മുടെ അംഗങ്ങൾ മറന്നു പോകരുത്. ഈ പദ്ധതിയെ നമ്മളെല്ലാവരും ചുമലിലേറ്റി ഈ പദ്ധതി വൻ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഇവിടെ 10 ലക്ഷം രൂപ നമുക്ക് ഒരു അംഗത്തിന് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് 10 ലക്ഷത്തേക്ക് ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിലും നമ്മളെക്കാളും ഒരുപാട് വരുമാനം കുറഞ്ഞ് 1000 രൂപ പോലും എടുക്കാൻ കഴിയാത്ത കുടുംബങ്ങളും അനവധി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആഘോഷത്തിൻ്റെ ദിവസമാണ് ഇന്ന്. എൻ്റെ ചെറുപ്പത്തിൽ ഓണവും വിഷുവും ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ നമ്മൾ പരസ്പരം നമ്മുടെ അടുത്ത വീടുകളിൽ ഒന്നിച്ചാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്മസും ഈസ്റ്ററും എനിക്ക് അത്ര പരിചയമുള്ള ഒരു ആഘോഷമായിരുന്നില്ല ചെറുപ്പകാലം. കാരണം സ്കൂളിൽ നിന്ന് ലീവ് കിട്ടാനുള്ളൊരു അവധി ദിവസം മാത്രമായിരുന്നു. പിന്നീട് നാട് വിട്ട് പ്രായം ചെല്ലുമ്പോഴാണ് ഈ ഈസ്റ്ററിൻ്റെയും ക്രിസ്മസിൻ്റെയും ഒക്കെ ആഘോഷവും അതിൻ്റെ മാധുര്യമങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. നമ്മുടെ എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവും സൗഹാർദ്ദവും പരസ്പര വിശ്വാസവും പരസ്പര സഹായവും എല്ലാം തന്നെയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ നമ്മളെ പല കള്ളികളിലാക്കി തരംതിരിക്കുന്ന ഒരു വർത്തമാനകാല സുരക്ഷിതമായ ഒരു കാലഘട്ടത്തിലാണ് ഈ നമ്മുടെ HR സംഘടന ഇത്തരത്തിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നത്. നമുക്ക് ഇത്തരത്തിൽ കൂടിച്ചേരാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പെരുമ്പാവൂർ യൂത്ത് ഇത്തരത്തിലൊരു ആഘോഷം സംഘടിപ്പിച്ചത്. ഇതിന് പെരുമ്പാവൂർ യൂത്ത് ഇങ്ങനെ കൂടിച്ചേരാനുള്ള അവസരം ഒരുക്കിയതിന് പെരുമ്പാവൂർ യൂത്ത് കാരണം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. നമ്മുടെ ഈ സൗഹൃദവും സ്നേഹവും കൂട്ടായ്മയും എല്ലാം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും തയ്യാറാണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നിർത്തുന്നു. ജയിക്കാൻ അടുത്തായിട്ട് സംസ്ഥാന സെക്രട്ടറി ശ്രീ സമരൻ ആവരുത് എന്നുള്ള ചിന്തയിൽ ഇത് മുന്നോട്ട് പോകുന്ന സംസ്ഥാന കമ്മിറ്റികളെ ആദ്യമായിട്ട് ഞാൻ അനുമോദിക്കുകയാണ്. കാരണം എല്ലാവരുടെ അഭിനന്ദനങ്ങൾ അവർ കൊടുക്കണം. കാരണം നമുക്ക് നല്ലൊരു നമ്മുടെ എൻ്റെ അനുഭവം തന്നെയാണ്. കാരണം എൻ്റെ വാപ്പ സുപ്രഭാതത്തെ വിട്ടുപോകുമ്പോൾ എൻ്റെ കടയിൽ കുറേ ബാധ്യതകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പദ്ധതിയായിട്ട് വന്ന നല്ല പരിപാടിയാണ്. അതിൽ എല്ലാ അംഗങ്ങളും ഇതിപ്പോൾ തന്നെ നമ്മുടെ യോഗാധ്യക്ഷൻ ജയനൌഷർ, നമ്മുടെ ഈസ്റ്റർ, വിഷു, ഈദ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വിജയപാൽ, നമ്മുടെ സുരക്ഷാ ചെയ്ത ബഹുമാനങ്ങളിലെ മറ്റ് വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ, ഞങ്ങളെ വണ്ടി കൊണ്ടുവന്ന എല്ലാ മെമ്പർമാരെയും പെരുമ്പാവൂർ ഇങ്ങനൊരു പുതിയൊരു ആശയം ഈസ്റ്റർ, വിഷു, ഈദ് ഒരുമിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചതിനും ഈ കുടുംബ സുരക്ഷാ പദ്ധതി നന്നായി ഉദ്ഘാടനം നടത്തുന്നതിന് പവനിന്റെ പേരിലും എൻ്റെ സ്വന്തം ഞാൻ ആശംസിക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന പ്രസിഡന്റ് ജയപാലകൃഷ്ണൻ, ജില്ലയുടെ പ്രസിഡന്റ് മനോഹർജി, വേദിയിലും സദസ്സിലുള്ള പ്രിയമുള്ളവർ, പെരുമ്പാവൂർ യൂണിറ്റ് ഈ പുണ്യമാസത്തിൽ 3 പുണ്യ ദിനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നടത്തി. അതുപോലെ തന്നെ നമ്മളുടെ
സുരക്ഷതയെ സംബന്ധിച്ചും നാളേക്കുള്ള നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുമെല്ലാം ആസ്പദമാക്കിക്കൊണ്ട് നാം നടപ്പിലാക്കുന്ന ഈ സുരക്ഷാ പദ്ധതി, അതുപോലെ ഇൻഷുറൻസ്, നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഷുറൻസ്. അതുപോലെ തന്നെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ സുരക്ഷാ പദ്ധതി. രണ്ടും ഏറ്റവും പ്രധാനമുള്ളതാണ്, രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. ആ രണ്ടും നമ്മുടെ ഈ സംഘടന മുന്നിൽ നിന്ന് നടത്തി തരുമ്പോൾ അത് രണ്ടും രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറായി വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ വേദിയാണെന്ന് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് പെരുമ്പാവൂർ യൂണിറ്റിൻ്റെ 101 പേര് ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് അംഗങ്ങളായി. നമ്മുടെ ഈ കേരളത്തിൽ മൊത്തം ഈ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു വലിയ വിജയമായി തീരുമെന്നതിന് യാതൊരുവിധ സംശയവുമില്ല. നമുക്കെല്ലാവർക്കും നമുക്കൊരു സ്വപ്നം കാണാം. ആരാധനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ കെ നൗഷാദ്, സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജി ജയ്പാൽ, ജില്ലാ പ്രസിഡന്റ് ശ്രീ ടി ജെ മനോഹരൻ, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി, ജില്ലാ ട്രഷറർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അശ്വശീല ചേച്ചി, ഒപ്പം തന്നെ ആശാ മേഡം ഉൾപ്പെടെ വേദിയിലിരിക്കുന്നതും സദസ്സിലിരിക്കുന്നതുമായ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഉടമകളെ, കുടുംബാംഗങ്ങളെ, മറ്റ് ഇതര യൂണിറ്റിൽ നിന്ന് വന്നിരിക്കുന്നതായ ഭാരവാഹികളുടെ സുഹൃത്തുക്കൾ, ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്തോടെ വാഴുന്ന മാതൃക സ്ഥാനമാണ് ഇത്. ഏത് നിങ്ങൾ പറയണം, ഏതാണ്? ആർക്കും അത്തരമില്ല. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, അതായത് KHR. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ജാതിയോ മതമോ മറ്റ് വർണ്ണങ്ങളോ വർഗവിദ്വേഷങ്ങളോ ഇല്ല എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പെരുമ്പാവൂർ യൂണിറ്റ് ഈസ്റ്റർ, ഈദ്, വിഷു സംയുക്തമായി നമ്മളിവിടെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിലെത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ ഞാൻ എൻ്റെ പേരിൽ, അതായത് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചു. കാരണം ഞാൻ ഈ പെരുമ്പാവൂർ യൂണിറ്റിൻ്റെ വർഷങ്ങളായി പ്രസിഡന്റ് പദം അലങ്കരിച്ച ശേഷമാണ് ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ജില്ലയിലേക്ക് വരുന്നത്. അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്കും നിങ്ങളുടെ ഭാഗത്ത് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ KHRയുടെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടി നമ്മുടെ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനമായിരുന്നു. പെരുമ്പാവൂർ യൂണിറ്റിൻ്റെ ആദ്യമായിട്ടാണ് പെരുമ്പാവൂർ ഒരു യൂണിറ്റ് സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പെരുമ്പാവൂരിലെ എല്ലാ ഹോട്ടൽ ഉടമകളും ഇതിൽ അംഗമാവണം. നിങ്ങൾ കുടുംബത്തിലുള്ള എല്ലാവരെയും അംഗങ്ങളാക്കി ഇത് വൻ വിജയമാക്കി തീർക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരും എളിമയോട് പറയുന്നു. എല്ലാവരും ഈ KHR അംഗത്തിൽ ചേരുകയും ഇൻഷുറൻസിൻ്റെ പദ്ധതി പറഞ്ഞു. പലരും ചേർന്നിട്ടില്ല എന്നാണ് വാട്സപ്പിൽ കൂടി അറിഞ്ഞത്. ആ കുട്ടി നമ്മുടെ പ്രീത പറഞ്ഞു, ഹോട്ടൽ വ്യവസായം നടത്തുന്ന ഹോട്ടൽ ഉടമകൾക്ക് അവരുടെ ഹോട്ടലിൽ എന്തെങ്കിലും പറ്റിയാൽ അതിന് സുരക്ഷ കിട്ടുന്ന ക്ലെയിമാണ് ആ കുട്ടി ഇവിടെ വിശദീകരിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിലെല്ലാവരും ചേരണം. നമ്മളിപ്പോഴും അറിയില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മളത് ചേർന്നില്ലല്ലോ, എന്ത് ചെയ്യണം, ജയപാലേട്ടാ എന്ത് ചെയ്യണം, നമ്മുടെ കടക്ക് ഇങ്ങനെ പറ്റിയല്ലോ, ഇനി എന്താ ചെയ്യേണ്ടേ, മനോരൻ ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്ത് ചെയ്യും എന്ന് ചോദിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത്. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്, യൂണിറ്റ് ഭാരവാഹികൾ, സദസ്സിലുള്ള KHR നേതാക്കളുടെ സഹപ്രവർത്തകരെ, സംസ്ഥാന പ്രസിഡന്റ് സുശീല ചേച്ചി പാട്ടുപാടും
എന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് പാട്ട് പാടാൻ ആവശ്യപ്പെട്ടില്ല. എന്നാലും പ്രസംഗം ഒഴിവാക്കി പാട്ട് പാടാനാണ് വിചാരിക്കുന്നത്. പ്രസംഗം കുറേ ആയില്ല. പദ്ധതി ശ്രമിക്കുക. ഏതാണ്ടൊരു 50 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ കവി വയലാർ ഒരു പ്രവാചകനെ പോലെ പറഞ്ഞ കാര്യങ്ങളാണ് പാടിക്കുന്നത്. അച്ഛനും ബാബയും പേരോട് തന്നെ നമ്മൾ പ്രധാനം പറയുന്ന ഒരു ചരിത്രത്തെ കാണാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി. ആയിരം ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, മരങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ. 3 പേർക്കാണ് ചാരിറ്റിയുടെ സഹായം ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഒക്കൽ ഓട്ടോ നടത്തുന്ന സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാൾക്കാണ്. പുള്ളിയുടെ വീട് കത്തി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പുള്ളിക്കൊന്ന്. പിന്നെ ഒരു ക്യാൻസർ രോഗിയ വിളിച്ചോട്ടെ, സെബാസ്റ്റ്യൻ പറഞ്ഞു, സെന്റ് സെബാസ്റ്റ്യൻ ഹോട്ടൽ ഒക്കൽ. കിട്ടുമെന്നറിയില്ല. അടുത്തത് സരസു അമ്പിളി അല്ലപ്ര. അടുത്തത് രാമകൃഷ്ണൻ കണ്ണൻ. പുള്ളിക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വിടാന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നിട്ടില്ല. അത് നമ്മൾ എത്തിച്ചു കൊടുക്കണമായിരിക്കും. കുന്നത്താൻ ഹോട്ടലിലെ പഴയ ഒരു തൊഴിലാളിയാണ്. പുള്ളിക്ക് ക്യാൻസറും നടക്കാൻ പറ്റില്ല, കിടപ്പാണ്. അപ്പോൾ ആരെങ്കിലും വിടാന്ന് പറഞ്ഞാൽ വരാൻ പറ്റിയ ആരും ഇല്ല, നമ്മൾ എത്തിച്ചു കൊടുക്കാമെന്നാണ്.
വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ പെരുമ്പാവൂരിൽ തന്നെ നമുക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത് ഈ സുരക്ഷാ പദ്ധതി നമുക്ക് അഭിമാനമാണ്. നമ്മുടെ പെരുമ്പാവൂർ എന്നും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ പെരുമ്പാവൂർ. നമ്മുടെ പ്രസ്ഥാനത്തിൽ മുൻപ് സൂചിപ്പിച്ച പോലെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നാണ് നമ്മളെല്ലാവരും ബിസിനസ് കൊണ്ടുപോകുന്നത്. ഒരു നാളിൽ നമ്മളുടെ അത്താണിയായ ആൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം അത് അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ തൊട്ടടുത്ത സെബാസ്റ്റ്യൻ, അത് പെട്ടെന്ന് നമ്മൾ കണ്ടതാണത്. അത് നമുക്ക് തന്നെ അദ്ദേഹത്തിനൊരു ചെറിയ സഹായം കൊടുക്കാൻ സാധിച്ചതിൽ നമ്മുടെ KHR എന്നും മുൻപന്തിയിൽ തന്നെയാണ്. ഇതിനു മുമ്പും നമ്മളുടെ മതസൗഹാർദ്ദത്തെപ്പറ്റി പറയുമ്പോൾ ഒരു ചെറിയ വാക്ക് പറയട്ടെ. ഞാൻ ഈ KHRയിൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇവിടെ ഇതിനു മുമ്പൊരു ചെറിയൊരു വർഗീയ സംഘർഷം ഉണ്ടാകുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു കലാപത്തിൽ ഒരു ചെറിയ ഒരു പ്രശ്നത്തിൽ എൻ്റെ കടയുടെ തൊട്ട് ചേർന്നുള്ള ഒരു കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് എറിഞ്ഞ് കളയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹം വലിയ സങ്കടത്തോടു കൂടി ആ അനിയൻ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജയ്പാൽജി എന്ത് നഷ്ടം സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു 5,000-6,000 രൂപ നഷ്ടപ്പെട്ടു. ആ മീറ്റിങ്ങിൽ തന്നെ അദ്ദേഹം അതിനെ അനുവദിച്ചു കൊടുക്കുകയും ആ കൂട്ടുകാരനെ നമ്മളുടെ പ്രസ്ഥാനത്തോട് ചേർത്ത് പിടിക്കാൻ കാണിച്ച ആ മനസ്സാണ് എന്നെ ഈ KHRയിൽ തുടർന്നും പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്, നമ്മൾക്ക് പ്രളയമുണ്ടായപ്പോഴും നമ്മളുടെ കോവിഡ് ഉണ്ടായപ്പോഴും KHR കാണിച്ച ആ മാതൃക മറ്റുള്ള സംഘടനകൾ കണ്ടുപഠിക്കേണ്ടതാണ്. നമ്മളെ ഞാൻ മറ്റുള്ളവരെ ഇകഴ്ത്തി സംസാരിക്കുന്നതല്ല. മറ്റുള്ളവരെ സംബന്ധിച്ച് പലപ്പോഴും അതിനെ മറന്നു പോകാറുണ്ട്. പക്ഷെ നമ്മുടെ സംഘടന അത് മറക്കാറില്ല. ഈ വർഗീയതയെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മളുടെ ഈ പ്രളയവും കോവിഡും ഒന്നുമല്ല നമുക്ക് ഉണ്ടാവാൻ പോണ ഒരു വിപത്ത്. വർഗീയത നമ്മളൊരു 6ാം ക്ലാസ് മുതലാണ് നമ്മളിൽ വർഗീയത തുടങ്ങുന്നത്. ആ വർഗീയത നമുക്ക് വിവരം വെച്ച് തുടങ്ങുമ്പോഴാണ് വർഗീയത കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ എല്ലാവരും ഇന്ന് കാണിക്കുന്ന ഈ അവധാനതയോടുകൂടിയുള്ള പ്രവൃത്തി എല്ലാവരും ഒന്നിച്ചിരുന്ന് നമുക്ക് എല്ലാവർക്കും എല്ലാ മതവിശ്വാസങ്ങളും നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും ഒരു അമ്മവറ്റ മക്കളായി കാണാൻ സാധിക്കട്ടെ. അതിന് KHR കാണിക്കുന്ന ഈ ഉദ്യമം നമ്മളുടെ സമൂഹത്തിനും നമ്മളുടെ സംഘടനയ്ക്കും എല്ലാം വലിയ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംബന്ധിക്കുന്നു. പരിപാടി സമാപിക്കുകയാണ്. നന്ദി പറയാനായിട്ട് അവസാനം നമുക്ക് ചെയ്യുമ്പോൾ യൂണിറ്റ് മെമ്പറുമായ ശ്രീ അബ്ദുൾ അസീസ് സാറിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പങ്കെടുത്ത KHRയുടെ സംസ്ഥാന ജില്ലാ യൂണിറ്റ് ഭാരവാഹികളും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടുത്തെ പങ്കെടുത്ത ഓരോരുത്തർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.